ഹലോ ഗായ്സ്, നമുക്ക് ഒരു മേക്ക് ഓവർ വീഡിയോ ആയാലോ? ടാ, ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി മുടി കെട്ടാനാകുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഒരു വീഡിയോ എടുക്കാന്ന്. ഞാൻ ഒരു കല്യാണത്തിന് പോകാൻ പോക്കാന്ന്. അതിന് വേണ്ടി മുടി കെട്ടിക്കൊണ്ടിരിക്കലാണ് ഞാൻ. എൻ്റെ അമ്മയാണ് എനിക്ക് മുടിയെല്ലാം കെട്ടിത്തരുന്നത്. ഇതാണ് എൻ്റെ അമ്മ. എനിക്കിത് അമ്മയാണ് എനിക്ക് മുടിയെല്ലാം കെട്ടിത്തരുന്നത്. അപ്പോൾ കല്യാണം എന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ടെല്ലാം കൂടിയാണ് പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കലാണ്. എന്നെ കണ്ട നിങ്ങൾ ഇതാ. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണേ, ഇഷ്ടപ്പെട്ടിങ്ങനെ. അപ്പോൾ നമുക്ക് എന്തായാലും കല്യാണത്തിന് പോയിട്ട് വരാം. എന്നിട്ട് ഞാൻ അടുത്തന്നെ വേറൊരു വീഡിയോയും കൂടി ഇടുന്നുണ്ട്. ഇതാണ് പിന്നെ എൻ്റെ റൂം കേട്ടോ. എൻ്റെ റൂം ഞാൻ കാണിച്ചു തരാൻ മറന്നുപോയി. ഇതാ എൻ്റെ റൂം. ഇത് രണ്ട് സ്റ്റഡി ടേബിളാണ്. ഇത് പിന്നെ പൊതുവെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ദിവസം സ്റ്റഡി ടേബിളിൻ്റെ ഉള്ളിലെല്ലാം ഞാൻ കാണിച്ചിട്ടൊരു വീഡിയോ ഇടുന്നുണ്ട്. ആ വീഡിയോ കൂടി നിങ്ങളെല്ലാവരും കാണണേ. അപ്പം എൻ്റെ മുടിയെല്ലാം കെട്ടിയിട്ട് ഞാൻ കല്യാണത്തിന് പോയിട്ട് വരാം. അപ്പോഴത്തേക്കും നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് കമൻ്റ് എല്ലാം ചെയ്യണേ. മുടി കെട്ടി തീരുന്നത് വരെ നമുക്ക് എന്തെങ്കിലും സംസാരിച്ചിരിക്കാന്നേ. കണ്ട എൻ്റെ പർപ്പിൾ കളറ്. ഇപ്പോഴും പർപ്പിൾ കളറാണല്ലോ മോൾക്കരി എന്നൊക്കെ ഞാൻ പറയുമെങ്കിലും അത് നിങ്ങൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. പിങ്കും പർപ്പിളും ബ്ലൂവും ഒക്കെ എൻ്റെ ഫേവറേറ്റ് കളർ തന്നെയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു 5 മിനിറ്റും കൂടി സമയം ഞാൻ എൻ്റെ വീട് മൊത്തം ഞാൻ കാണിച്ചു തരാം. ഞാനൊരു ഹോം ടൂർ എന്നാൽ നിങ്ങളുടെ ഇടയിൽ ഈ കല്യാണത്തിന് പോകുന്നതിൻ്റെ ഇടയ്ക്ക് നടത്തിയിട്ട് ഞാൻ ഈ കല്യാണത്തിന് പോകുന്നു കേട്ടോ. അപ്പം ഞാനിത് മൊത്തം നിങ്ങൾക്ക് കാണിച്ചു തരാം, വീട് ഫുള്ള്. അപ്പം നമുക്ക് ഹോം ടൂറിന് പോകാലോ. എൻ്റെ അമ്മ ഇങ്ങനെയാണ് മുടിയെല്ലാം കെട്ടിക്കഴിഞ്ഞ് മുടിയിലെ ചിക്കെല്ലാം ഒന്ന് പോക്കിന്ന് ഉറപ്പ് വരുത്തിയിട്ട് എന്നെ വിടും അല്ലേ മേ? ഇങ്ങോട്ട് നോക്കിയിട്ട് പറയാന്ന് എൻ്റെ അമ്മ ഇങ്ങനെയാണ്, ഒരു വീഡിയോയിൽ നിന്ന് തരൂല. പിന്നെ ഇതാണ് എൻ്റെ ലാപ്ടോപ്പ്. ഇതാണ് എൻ്റെ ലാപ്ടോപ്പ്. ഈ ലാപ്ടോപ്പ് ഞാൻ എപ്പോഴും കാത്തു സൂക്ഷിക്കലുണ്ട്. പിന്നെ എൻ്റെ അമ്മേൻ്റെയും അച്ഛൻ്റെയും റൂം ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ അമ്മേൻ്റെ അച്ഛൻ്റെയും റൂം. എ സി എല്ലാം ഉണ്ട് കണ്ടാ, എ സി. പിന്നെ എൻ്റെ കുഞ്ഞാളത്തെ ഫോട്ടോസാണ് ഗൈസ്. ഇതെല്ലാം ഞാനാണ്. പക്ഷെ നിങ്ങൾ കണ്ടാൽ ഞാൻ വിശ്വസിക്കൂല, ഞാൻ ഒരുപാട് മാറിപ്പോയില്ലേ. ഇതും ഞാൻ തന്നെയാണ്, കണ്ടില്ലേ? ഇതും ഞാനാണ്. പക്ഷേ എൻ്റെ അമ്മേൻ്റെ റൂമിൽ കുറേ മേക്കപ്പ് ഐറ്റംസ് ഉണ്ട്. എനിക്ക് വേണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് തരൂല. അപ്പം നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ പിന്നെ നമ്മൾ താഴേക്ക് പോവാം. നമുക്കിത് സ്റ്റെയർകേസ് ഇറങ്ങി താഴേക്ക് പോവാം. ഇതാണ് കിച്ചൺ ഏരിയ. ഇതാണ് എൻ്റെ കിച്ചൺ ഏരിയ. എൻ്റെ അമ്മ എന്തിനോ വെള്ളം വെച്ചിട്ടുണ്ട്. ഇതാണ് ഡൈനിങ് ടേബിൾ. പിന്നെ ഇത് നമ്മുടെ സ്വന്തം വർക്ക് ഏരിയ. ഇതാണ് എൻ്റെ ഹോം കിച്ചൺ എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലം. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു റൂമുണ്ട്, ഇവിടെ ഒരു റൂമുണ്ട്. പിന്നെ ഇതാണ് നമ്മളെ സ്വന്തം ചെറിയതും കൊലായിന്നും അറിയാന്നും എല്ലാം പറയും. ഞാൻ എൻ്റെ ഒരു വിശേഷിപ്പിക്കലാണ് കൊലായി. അപ്പം ഇത് നമ്മളെ സ്റ്റോർ റൂം ഞാൻ കാണിച്ചു തരാം എങ്ങനെയുള്ളത്. എൻ്റെ സ്വന്തം ഫിഷ് ടാങ്ക്. ഇതാണ് എൻ്റെ ഫിഷ് ടിക്കർ. ഓരോന്നിന് പേരുണ്ട്, ചിണ്ടു മിണ്ടു അപ്പോൾ എല്ലാം പേരുണ്ട്. പക്ഷെ ഞാൻ ആ പേര് പറയാൻ നിന്ന സമയം പോകും. ഈ കാർഡ്ബോർഡ് ബോക്സിൽ മൊത്തം ചെരുപ്പുകളാണ്. ചെരുപ്പ്. ഇത് പിന്നെ നിങ്ങൾ ഈ 2 എണ്ണവും കണ്ടാൽ തന്നെ മനസ്സിലാവും, സ്വിമ്മിങ് സൂട്ട്. ഞാൻ എൻ്റെ സ്വന്തം സൈക്കിൾ. ഇത് വിട്ടൊരു കളിയില്ല. സ്കൂൾ വിട്ട് വന്നാലും സൈക്കിള്, സ്കൂൾ വിട്ട് വന്നിട്ടില്ലെങ്കിൽ സൈക്കിൾ. ഇത് പിന്നെ എൻ്റെ പഴയ കുറേ കളിപ്പാട്ടങ്ങളാണ്. ഈ ബക്കറ്റ് നിറച്ചും എൻ്റെ കുറേ കളിപ്പാട്ടങ്ങളുണ്ട്. സ്റ്റോർ റൂം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അറിയത്തേക്ക് തന്നെ വരാം. അറിയാമെന്നും കുറേയെല്ലാം പറയൂ, സ്ഥലത്തേക്ക് വരാം. ഇതാണ് എൻ്റെ സ്വന്തം പേജ്. ഇവിടെ ഇങ്ങനെ ഇരുന്ന്
പുറത്തേക്ക് നോക്കി സുഖം ഇടുന്ന് വിട്ടു. അത് കഴിഞ്ഞ് ഇതേനും മോളെ എൻ്റെ ഗപ്പിനെ വളർത്തിയ ഫിഷ് ടാങ്ക്. അത് പക്ഷേ ഗപ്പിയെല്ലാം ചത്തുപോയപ്പോൾ അതിന് ഈ ടാങ്ക് മാത്രം ഒറ്റക്കായി. പിന്നെ ഒരു കാര്യം കാണിക്കാൻ മറന്നുപോയി. ഇതാ വീട്ടിൽ തന്നെയുണ്ട്. ഇതാണ് കാർ. ഇതും കൂടി കാണിച്ചു തന്നാൽ എല്ലാം കഴിഞ്ഞു. ഇത് എൻ്റെ അനിയത്തീൻ്റെ പേരാണ്. ഇതും എൻ്റെ അനിയത്തീൻ്റെ തന്നെ പേരാണ്. ഇതാണ് കാറ്. ഇരുട്ടായതുകൊണ്ട് ഫ്രണ്ട് പോയി കാണിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ബാക്കിൽ നിന്ന് കാണിച്ചു തരുന്നത്. കല്യാണം പിന്നെ അങ്ങോട്ടേക്കാണ്. അങ്ങോട്ട് പോയാൽ കല്യാണ വീടാണ്. അപ്പം എൻ്റെ ഹോം ടൂർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഞാൻ വിചാരിക്കുന്നു. പിന്നെ കുറച്ച് ഞാൻ പരിചയപ്പെടുത്തി തരാം. എൻ്റെ വീട്ടിലുള്ള എല്ലാവരും ഞാൻ പരിചയപ്പെടുത്തി തരാം. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വീട്ടിലുള്ള റൂം ഞാൻ കാണിച്ചു തന്നില്ലല്ലോ. പിന്നെ റൂം കാണിച്ചു തരാം. ഇതല്ല, ഇത് ഇരുട്ടായതുകൊണ്ടാണ് ഇങ്ങനെ. ഞാൻ എൻ്റെ ഐറ്റിട്ട് കാണിച്ചു തരാം. ഇതാണ് റൂം. വേറൊരു റൂം എൻ്റെ കസിൻ്റെ അമ്മമ്മേൻ്റെ റൂമാണ്. ഇത് ഞാൻ കാണിച്ചു തരാം. ഇതായിട്ട് കാണിച്ചു തരാം. ഇതും റൂമാണ്. 2 ബെഡ് ഉണ്ട് ഇവിടെ. ഒരു ബെഡ്, ഇത് വേറൊരു ബെഡ്, ഇത് 2 ബെഡ് ഇവിടെ ഉണ്ട്. പിന്നെ ഞാൻ എല്ലാവരും പരിചയപ്പെടുത്തി തരാം. എൻ്റെ അമ്മേനെ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. പിന്നെ ഇതാണ് എൻ്റെ അച്ചാച്ചൻ. കണ്ട, ഇതാണ് എൻ്റെ അച്ചാച്ചൻ. എൻ്റെ അച്ഛൻ ഞാൻ മൂകാംബികയിൽ പോയിട്ടുള്ളത്. അപ്പം എനിക്ക് എൻ്റെ അച്ഛമ്മേനെ കാണാൻ പറ്റില്ല. അപ്പം എൻ്റെ അച്ഛൻ കല്യാണ വീട്ടിലേക്ക് പോയി കഴിഞ്ഞു. ഞാൻ പോകുന്നേ ഉള്ളൂ. അച്ഛമ്മൻ്റെ ഞാൻ അച്ഛനെയും പരിചയപ്പെടുത്തി തരാം. അപ്പം നമുക്ക് ഇന്നത്തോടെ ഈ വീഡിയോ അവസാനിപ്പിക്കാം അല്ലേ? നമുക്ക് വേറെ എപ്പോഴെങ്കിലും വന്നൊരു വീഡിയോ ചെയ്യണം. അപ്പം ഞാൻ സ്റ്റഡി ടേബിൾ വീഡിയോ ഞാൻ അടുത്തേ തന്നെ ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരു വീഡിയോയിൽ ഇനിയും കാണാം. ടാറ്റാ, ബൈ.